കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി തരുവാൻ കഴിയുന്ന ഇമ്മാനുവേലാണ് ഞാൻ. ആവശ്യമുള്ളതെല്ലാം അപ്പനോട് ചോദിക്കുവാനുള്ള അവകാശം മക്കൾക്കുണ്ട്. മക്കളുടെ ആവശ്യവും അത്യാവശ്യവും അനുയോജ്യമായ സമയത്ത് ഞാൻ തന്നിരിക്കും. എനിക്കുള്ളതെല്ലാം എൻ്റെ മക്കൾക്കുള്ളതല്ലേ? സാധ്യതകളുടെ വാതിൽ തുറക്കാൻ എനിക്ക് കഴിയുമെന്ന വിശ്വാസത്തോടെ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിന്റെ മുമ്പിൽ അനന്ത സാധ്യതകളുടെ വാതിലായിരിക്കും തുറക്കുക. എന്നിൽ നിന്ന് വിസ്മയകരമായത് പ്രതീക്ഷിക്കുവാനുള്ള പ്രത്യാശയുടെ ചിറകുകളും ഞാൻ നിന്റെ മനസ്സിന് നൽകും. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വരദാനങ്ങൾക്കായി ആരെല്ലാം ആവശ്യപ്പെട്ടാലും അവർക്കൊക്കെ ഞാൻ എൻ്റെ ആത്മാവിനെ സമൃദ്ധമായി നൽകും. നിന്റെ പല പ്രാർത്ഥനകൾക്കും ഇനിയും മറുപടി കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. അതിൽ നിരാശപ്പെടരുത്. ക്ഷമയും പ്രത്യാശയും പരിശീലിപ്പിക്കുവാൻ ഞാൻ നിയോഗിക്കുന്ന പരിശീലകനാണ് സമയം. എൻ്റെ സമയത്തിനായി ഇരുട്ടിലും ഇടറിയ വഴികളിലുമൊക്കെ നിരാശപ്പെടാതെ തളരാതെ കാത്തിരിക്കാനുള്ള ദീർഘക്ഷമയും പ്രത്യാശയുമൊക്കെ നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് കാത്തിരിക്കുന്ന സമയം. മറുപടിക്കുള്ള താമസം തിരസ്കരണമാണെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. ജീവിത സഹനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ കഠിനമാകുമ്പോൾ എൻ്റെ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും ദീപസ്തംഭവും മേഘസ്തംഭവും നിനക്ക് ചുറ്റും പ്രവർത്തനക്ഷമമാകുന്നത് ശ്രദ്ധിച്ചാൽ നിനക്ക് കാണാൻ പറ്റും. പല ദൈവമക്കൾക്കും ഈ ഉൾക്കാഴ്ചയില്ലാത്തതുകൊണ്ട് അവർ പ്രതിസന്ധികളിൽ പ്രതികൂലതകളെ മാത്രമാണ് കാണുന്നത്. അത് ഭയവും ആകാംക്ഷയും നിരാശയുമൊക്കെ വർദ്ധിക്കാൻ കാരണമാകും. പ്രതിസന്ധികളിൽ എൻ്റെ പ്രതിച്ഛായയും സ്വരൂപവുമായ എൻ്റെ മക്കളോടൊപ്പം ഞാൻ തീർച്ചയായും ഉണ്ടായിരിക്കും. അവരെ ഞാൻ ഒരിക്കലും അനാഥരായി ഉപേക്ഷിക്കില്ല. ജീവരക്തമൊഴുക്കി വലിയ വിലയ്ക്ക് ഞാൻ വാങ്ങിയ എൻ്റെ ഓരോ മക്കളും എനിക്ക് വളരെ വളരെ വിലപ്പെട്ടവരാണ്. അവർ വീഴുന്നിടത്തു നിന്ന് എഴുന്നേൽപ്പിക്കാനും യഥാസ്ഥാനപ്പെടുത്താനും ഞാൻ എന്നും അവരോടൊപ്പം അവരുടെ അടുത്ത് തന്നെ ഉണ്ടാകും. സാധ്യതകൾ അസ്തമിച്ചിടത്ത് ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാനും അതിനുവേണ്ടി കാത്തിരിക്കുവാനുമൊക്കെയുള്ള ദീർഘക്ഷമയും പ്രത്യാശയും ആവശ്യപ്പെടുന്നവർക്കും ആവശ്യപ്പെടാത്തവർക്കും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും നിരാശപ്പെടരുത്. കാത്തിരിക്കുക. എൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. എഫേസ്യർ 3:20-21 വാക്യങ്ങൾ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും
ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറ തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ്.